ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. മാറ്റി ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. എന്റെ മക്കളിൽ സംസാരിക്കാൻ കർത്താവിനെ സഹായിക്കണം. ഇക്കനായ മോശയുടെ നാമത്തിൽ നായ കർത്താവ് എന്റെ നാമത്തിലിരിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. വചനം അമ്മയുടേത്, വചനം കേൾക്കുന്നതായ പ്രിയമുള്ളവരും അമ്മയുടേത്. കർത്താവ് വചനം കേട്ട് ഞങ്ങളിങ്ങനെ പ്രാവശ്യമായിട്ട് കർത്താവെ ആരെങ്കിലും കടന്നു പോകുവാൻ എന്റെ കർത്താവ് സഹായിക്കണം. അവിടുത്തെ കൃപയും സാമീപ്യങ്ങളും നിറയ്ക്കണം. മാനവും മാത്രം കേട്ടിട്ടും സകലവും യേശുവിൻ നാമത്തിൽ. ഈ വചനം വായിക്കുമ്പോൾ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യവും, അവൻ ഒലിവുമായി ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം ഏതു എന്നും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോ ലോക അവസാനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് ഇതിനു മുമ്പ് എപ്പോഴോ അത് പറഞ്ഞു കാണും. യേശു പറഞ്ഞു കാണും അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. എന്താ, അവൻ ഒലിവുമായി ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നിട്ട് അത് എപ്പോൾ സംഭവിക്കും. അപ്പൊ അത് എപ്പോഴോ പറഞ്ഞു കാണും. ലോക അവസാനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് എപ്പോഴോ പറഞ്ഞുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും സംശയം, അത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് ചോദിച്ചു. നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതെപ്പോ സംഭവിക്കണമെന്നും അതിന്റെ അടയാളം എന്നും ഞങ്ങൾക്ക് കൂടി ചെയ്യണം ഒന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ ഈ വേദഭാഗത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ. ഒന്ന്, ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ട്. രണ്ട്, അതിനെന്തുണ്ട്, ഒരു അടയാളം. ഇത് രണ്ട് കാര്യങ്ങൾ. ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടെന്ന് അതിനൊരു അടയാളം ഉണ്ട് എന്നുള്ളതായ കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ചോദിച്ചത്, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്നും പറഞ്ഞു തരണമെന്നാണ് വരുത്തിയത്. അവിടെ ലോക ചരിത്രത്തിന്റെ അവസാന നാളുകളിലാണ് നാം ജീവിക്കുന്നത് എന്ന് വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് ലോകാവസാനത്തിന്റെ അവസാന നാളുകൾ? ലോകാവസാനത്തിന്റെ നാളുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. 1 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 ഭാഗം വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ, ഈ പറയുന്നതായ കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അന്ത്യനാളുകളാണെന്നാണ്. വായിച്ചേ, 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 ഭാഗം വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? 2 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ നീയും വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അചീന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ആശയക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക. അപ്പോ ഇങ്ങനെയുള്ളതായ ആളുകൾ അധിവസിക്കുന്നതായ കാലത്തിലാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്നത് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് എന്താണ്? അന്ത്യകാലം. അപ്പൊ വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക അല്ലെ? അപ്പൊ ഈ ദുർഘടം എന്നതായ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ആയതുകൊണ്ട് ഇതെന്താണ്? അന്ത്യകാലം. അതുപോലെ ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റവും ഭയത്തോടുകൂടി വേണം ചെയ്യാനായിട്ട് ഈ ലോകത്തില് ജീവിക്കാൻ പറ്റും. ഇത് അന്ത്യകാലമാണ്. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അന്ത്യകാലമാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളും ഈ ലോകത്തിൽ അധികമായിട്ടുണ്ടോ എന്ന കാര്യം ചെയ്ത് മറന്നു പോകരുത് അല്ലെ? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതായ അറിയാത്തതായ ആളുകളും ഈ ലോകത്തിൽ
ധാരാളമായിട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല. 3 യോഹന്നാൻ 1-ന്റെ 4-ാമത്തെ വാക്യം എന്താണെന്ന് അറിയാമോ? 3 യോഹന്നാൻ 1-ന്റെ 4-ാമത്തെ വാക്യം എന്താ പറയുന്നത് അറിയാമോ? എന്റെ മക്കൾ ആ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അപ്പൊ ദൈവത്തിന്റെ മക്കള്, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതായ ദൈവത്തിന്റെ മക്കള് അവർ സത്യത്തിൽ നടക്കണം, അവർ സത്യമുള്ളവരായിരിക്കണം. ദൈവത്തിന് അത് പറയാണ്, എന്റെ മക്കള് സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. സത്യത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യരെല്ലാം എങ്ങനെ അസത്യത്തിലാണ് നടക്കുന്നത്? സത്യത്തെ ഉപേക്ഷിച്ച് അസത്യത്തെ സ്നേഹിക്കുന്നതായ ജനം സത്യത്തെ വെറുപ്പാക്കുന്നത്, ആ സത്യത്തെ അവർ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ മക്കള് സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് കാണുവാനാണ്. അതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനം, കള്ളത്തരം കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈ ലോകത്തെ. സത്യം ആരുമില്ല, അല്ലേ? വ്യാജം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ഭയത്തോടുകൂടി ഈ ഭൂമുഖത്ത് ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പഠിക്കും. നോക്കണം, പലവിധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക, അല്ലേ? യുദ്ധവും യുദ്ധസ്തുതിയും. അടുത്ത കാര്യം, അടുത്ത അടയാളം, അല്ലേ? ദൈവത്തിന്റെ വചനത്തിൽ കർത്താവിന്റെ വചനത്തിന് മുമ്പായി സംഭവിക്കാൻ വന്നിരിക്കുന്നതായ കാര്യങ്ങളിൽ അടുത്തത് എന്താണ്? യുദ്ധവും യുദ്ധസ്തുതിയും. വായിച്ചേ, 24-ാം അധ്യായം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരുടെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു. അവിടെ നിർത്തും. അപ്പൊ യുദ്ധങ്ങള് സംഭവിക്കും, യുദ്ധസ്തുതികള് അനേകം സംഭവിക്കും, കേൾക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ യുദ്ധങ്ങളെ കുറിച്ച് അനേക യുദ്ധങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ധാരാളം യുദ്ധങ്ങൾ ഇനിയും സംഭവിക്കാൻ പോവുകയാണ്. ഇത്രയും നാളും സംഭവിച്ചതായ യുദ്ധങ്ങളെക്കാളും ഭയങ്കരമായ യുദ്ധങ്ങൾ വരുമെന്ന് പോവുകയാണ്. വേദപുസ്തകത്തിൽ ശരിയാണെന്ന് നോക്കണം, അല്ലേ? പറഞ്ഞിരിക്കുന്നതായ കാര്യാദികള് അക്ഷരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരിക്കല് ഒരു യുദ്ധം ഉണ്ടായി. എന്താണെന്നറിയാമോ? അമേരിക്കയും ജപ്പാനും തമ്മിലുള്ളതായ വലിയ യുദ്ധം. ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുവാനിടയായ സാഹചര്യം ഉണ്ടായി, അല്ലേ? അപ്പോ അമേരിക്കയുടെ അധീനതയിലായിരുന്നതായ പേൾ ഹാർബർ, ഏതാണ് പേൾ ഹാർബർ? ഈ ഹാർബറിനെ ജപ്പാൻ കൊണ്ട് മോഹിച്ചു. ഇതെനിക്ക് സ്വന്തമാക്കണം, ഇതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എനിക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചു. ജപ്പാന് ആഗ്രഹിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അവര് വലിയൊരു യുദ്ധം അങ്ങനെ സംഭവിച്ചു. രണ്ടുപേരും തമ്മില് ഭയങ്കരമായ യുദ്ധം. ദൈവത്തിന്റെ 10-ാമത്തെ കൽപ്പന ലഭിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രവണത. 10-ാമത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരുടെ യാതൊന്നിനെയും മോഹിക്കരുത് എന്നതായ കൽപ്പന ലഭിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ജപ്പാൻ അമേരിക്കയുടെ അധീനരായിരുന്നതായ പേൾ ഹാർബർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. നോക്കണം, പകരം അമേരിക്ക എന്ത് ചെയ്തു? നോക്കണം, ഇവിടെ പറയുന്നത് പകരം ജപ്പാന്റെ അധീനതയിലായിരുന്നതായ ഹിരോഷിമയിൽ എന്ത് ചെയ്തു? അമേരിക്ക ബോംബ് വർഷിച്ചു. എത്ര പേര് മരിച്ചെന്നറിയാമോ? 1,40,000 പേര് തൽക്ഷണം മരിക്കുവാനിടയായി. എവിടെയാണ് ബോംബിട്ടത്? ഹിരോഷിമയില് ബോംബിട്ടു. ഹിരോഷിമയില് 1945 ആഗസ്റ്റ് മാസം 6-ാം തീയതി രാവിലെ 8:15 ഹോൻഷു എന്ന് പറയുന്ന ദ്വീപുണ്ട്. ആ ദ്വീപിൽ ചെയ്തു ബോംബ് അങ്ങോട്ട് വർഷിച്ചു. 1,40,000 പേര് ചെറിയൊരു മോഹത്തിൽ ഉണ്ടായതായ ആ യുദ്ധമാണ്, അല്ലേ? 1,40,000 പേര് തൽക്ഷണം മരിക്കുവാനിടയായിട്ടു. വീണ്ടും അമേരിക്ക ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോ ഒരാളുടെ സാക്ഷ്യം ഒരിക്കൽ പറയുകയുണ്ടായി. ഒരാൾ അതുവഴി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. നാഗസാക്കിന് താമസമുള്ളതായ ആള്, നാഗസാക്കിലുള്ള ആള് എത്രയോ ദൂരത്തേക്ക് യാത്ര ചെയ്ത് പോവുകയായിരുന്നു. തനിക്ക് എവിടെ വേണം? നാഗസാക്കിലേക്ക് വേണം. അതിനുശേഷം അപ്പൊ ഇയാളിങ്ങനെ കാറിൽ യാത്ര ചെയ്ത് പോവുകയാണ്. അതിനുശേഷം 3 ദിവസം, അതായത് ആഗസ്റ്റ് മാസം 9-ാം തീയതി നാഗസാക്കിയിലെ കിഷു ദ്വീപിനെ തിരിഞ്ഞു ഫാറ്റ്മാൻ എന്ന ബോംബ്. ഇയാൾക്ക് ദൂരം കൊണ്ട് വീണ്ടും കാറിൽ കൊണ്ട് കാണുകയാണ് സംഭവം.
തിരുവോക്ഷമായി നോക്കിട്ടു 1,40,000 പേര് ചെയ്തു, തൽക്ഷണം മരിച്ചു. ഇവിടെ നാഗസാക്കിൽ ബോംബിട്ടപ്പോൾ എത്ര പേര് മരിച്ചു? 70,000 പേര് തൽക്ഷണം മരിക്കുവാൻ ഇടയായി. ഒരു മോഹത്തിന്റെ ഫലം. അപ്പോ യുദ്ധങ്ങള്, അനേകം യുദ്ധങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തിൽ വന്നിരിക്കുന്ന കാര്യാദികള് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് മുമ്പായി നടക്കുന്നത് വന്നിരിക്കുന്നതായ കാര്യാദികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ചിലർ ചെയ്യുന്നു, ഓ ഇതൊക്കെ വെറുതെയാണ്, ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് കരുതുന്ന ആളുകൾ. എന്നാൽ പറയുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ജാതികൾ തമ്മിൽ പ്രശ്നമാണ്, അല്ലേ? ജാതികൾ തമ്മിൽ എന്നും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അവസരങ്ങളിലും രാജ്യം രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കും. ഇത് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ഒരു മകൾ സത്യമാണ്. വർഗീയ കലാപങ്ങൾ അങ്ങനെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തില് വ്യാപകമായിട്ട് വർഗീയ കലാപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ക്ഷാമം ഉണ്ടാകുമെന്ന് പറയുന്നു. ക്ഷാമം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 11-12 വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 11-12 വാക്യം. 21-ന്റെ 11-12. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. നോക്കണേ, വലിയ ഭൂകമ്പം. ഇപ്പൊ നടന്നതൊന്നും അത് ചെറിയ ഭൂകമ്പം പറയാം, അതിനേക്കാളും വലിയ ഭൂകമ്പം അനുഭവം പോവുകയാണ്. ഇവിടെയൊക്കെയും നമുക്ക് സുഭദ്രമായി ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയില് വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെ? ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ജനമെല്ലാം എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വസ്തയോടുകൂടി ജീവിക്കണം. അവർ സത്യമുള്ളവരായിരിക്കണം, സത്യത്തിൽ നടക്കുന്നവരായിരിക്കണം. അപ്പോ വലിയ ക്ഷാമവും ഉണ്ടായതിനേക്കാൾ വലുത് വരുവാനോടെ പോവുകയാണ്, അല്ലെ? വലുതും ചെറുതുമായ അനേക ഭൂകമ്പങ്ങള് നടന്നു കഴിഞ്ഞു. ഇനിയും ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും വിവിധ രാജ്യങ്ങളിൽ ഭൂകമ്പം നടക്കുകയാണ്. ഓർക്കണം, നാം അറിയുന്നില്ലെന്നേ ഉള്ളൂ, അല്ലേ? അപ്പോ വലുതും ചെറുതുമായ അനേക ഭൂകമ്പങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ കുഴപ്പങ്ങൾ, അല്ലേ? രാജ്യങ്ങളില് മഹാമാരികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ വരവിന് മുമ്പായി സംഭവിക്കുന്നതായ കാര്യങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ക്ഷാമം, ഭൂകമ്പമൊക്കെയും നടന്നുകൊണ്ടിരിക്കും. ഇനിയും വലിയ ക്ഷാമം വരുവാനൊക്കെ പോവുകയാണ്, അല്ലേ? വലിയ വലിയ ക്ഷാമങ്ങൾ നാം നോക്കണേ. നമ്മൾ ചിന്തിക്കും, നമ്മള് 3-4 നേരം ആഹാരം ഭക്ഷിച്ച് സന്തോഷത്തോടെ സുഖത്തോടെ കിടക്കുമ്പോൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നതായ അനേകം ആളുകള് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. നമ്മൾ ഓർക്കണം, അല്ലെ? നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ അഴിച്ച് മിച്ചം വെച്ച് അത് അങ്ങോട്ടിട്ട് അടിച്ച് ഇങ്ങോട്ടിട്ട് അടിച്ച് ദൂരക്കൂടി കളയുന്നതായ മനുഷ്യരെല്ലാവരും ഓർക്കണം. ചെയ്യണം, ആഹാരം ആവശ്യത്തിന് വേണ്ടി മാത്രമേ മതിയാവൂ വയ്ക്കാം, അല്ലേ? ആവശ്യം കഴിഞ്ഞ് ആവശ്യത്തിൽ അധികരിക്കുന്നു വിശക്കുന്ന മറ്റുള്ള എന്തെങ്കിലും ചെയ്യണത് കൊടുക്കണം, അല്ലേ? 85.4 കോടി ജനങ്ങള് ഒഴിഞ്ഞ വയറുമായി ഓരോ ദിവസവും നീന്നു കിടക്കയിലേക്ക് പോകുന്നതാണ്, അല്ലെ? 85.4 കോടി ജനങ്ങള് ഒഴിഞ്ഞ വയറുമായി ഓരോ ദിവസവും കിടക്കയിലേക്ക് പോകുന്നു. അവര് സ്വപ്നം കാണുന്നതേ ഉള്ളൂ ആഹാരത്തിന്, അല്ലെ? അല്പം ആഹാരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആഹാരം എന്തെയ്യുന്നു? ദുർവിനിയോഗം ചെയ്ത് കളയുക. ഒരിക്കലും അവൻ ചെയ്യരുത് എന്ന് ദൈവത്തിന് പറഞ്ഞു. നോക്കണേ, നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കും, അല്ലെ? ദൈവത്തിന് വേണ്ടി ഇത്രായിരം രൂപ എന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷേ ഒരു സാധാരണക്കാരൻ നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എല്ലാവരും കൊടുക്കും, എല്ലാ അവസ്ഥയിലും കൊടുക്കും. പക്ഷെ ഒരു സാധാരണക്കാരൻ കൊടുക്കുമോ? സാധാരണക്കാരൻ കൊടുത്തു വേണ്ടിയുള്ള അനുഭവം നമ്മളുടെ കടന്നു സാധിക്കും. 25-ാം അധ്യായം 42-46 ഭാഗം. എന്നാൽ നമുക്കായി 25-ാം അധ്യായം 42 മുതൽ 46 ഭാഗം വരെ വായിക്കുമ്പോൾ എന്താ പറയുന്നത് ഇവിടെ കാണാം. നോക്കണേ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, എന്തായിരുന്നു?
നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ തന്നില്ല എന്നും അരുളി ചെയ്യും. നോക്കണമേ, ഒരാൾ വിശന്ന് വന്നു കഴിഞ്ഞാല് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? ആഹാരം കൊടുക്കണം. വസ്ത്രമില്ലാതെ പാരപ്പെടുന്ന ആളുകൾ മുഴുവെങ്കിൽ അവർക്ക് കൊടുക്കണം. ഞാൻ ഈ മൊബൈലിൽ ചില ദിവസങ്ങൾക്ക് മൊബൈലിൽ നോക്കുമ്പോ ചില ആളുകളെ, പ്രായം ചെന്ന ആളുകളെ ചില ആളുകൾ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നവരുടെ മുടിയൊക്കെ വെട്ടി അവരെ വൃത്തിയാക്കി ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഇവിടുന്ന് കാണും. അതൊരു സേവനമാണ് അല്ലേ? അതൊരു നല്ല കാര്യമാണ്. അതിനൊന്നും കഴിയാത്ത ആളുകളെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിന്റെ അനുഗ്രഹവർക്കതയും ലഭ്യമായി. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നറിയാമോ? എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും. അപ്പോ ദൈവത്തിന് വായ്പ കൊടുക്കുന്നതായി മാറും. ആർക്ക്? ദൈവത്തിന് വായ്പ കൊടുക്കാൻ പറ്റും. ദൈവത്തിന് അത് വായ്പ കൊടുക്കാൻ പറ്റും. പറ്റും. എങ്ങനെ പറ്റും? നീ എളിയവനോട് കരുണ കാണിക്കുമ്പോൾ, എളിയ വ്യക്തിയോട് നീ കരുണ കാണിക്കുമ്പോൾ അത് യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നതിന് തുല്യമാണ്. വായിച്ചേ, സദസ്യവാക്യങ്ങളിൽ നിന്ന് വായിക്കും. ഒരു പ്രാവശ്യം വായിക്കും. 19-17. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവന്. അപ്പൊ നിങ്ങള് ദൈവത്തിന് വായ്പ കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം തിരിച്ചെത്തിയും ലഭിക്കും. അതുകൊണ്ട് ചെയ്യണം, പാവപ്പെട്ടവനെ സഹായിക്കണം. ഇനി ഏറെ നാളുകൾ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ? അപ്പൊ ഇനി ചെയ്യാവുന്നിടത്തോളം ചെയ്യണം, സഹായങ്ങൾ ചെയ്യണം, നന്മകൾ ചെയ്യണം. നിങ്ങൾ അതിന് ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വായ്പ കൊടുക്കുന്ന തുല്യമാകും. നിങ്ങളുടെ പാപത്തിന്റെ അളവും ചെയ്യും കുറഞ്ഞു. അതുകൊണ്ട് ചെയ്യണം, ആവോളം നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കും. യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നവരായി മാറണം. വായ്പ കൊടുക്കുന്നതാണ്, വായ്പ കൊടുക്കുന്നത് തിരിച്ച് കിട്ടും. അപ്പൊ ദൈവത്തിന് വായ്പ കൊടുക്കാലോ, അതിന് മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതുകൊണ്ട് ദൈവത്തിന് വായ്പ കൊടുക്കുന്നവരായിട്ട് നമ്മൾ ചെയ്യണം, മാറണം. അപ്പോൾ ക്ഷാമം, ഭൂകമ്പം എല്ലാം ഇങ്ങനെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെയും സൂചിപ്പിക്കും. ഇനി രോഗത്തെ കുറിച്ച് എന്താ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ചതായ വിവിധ തരത്തിലുള്ളതായ വ്യാധികൾ അല്ലേ? വലിയ വ്യാധികൾ, എയ്ഡ്സ്, അതിൽ നിന്നും രക്ഷപ്പെടും. മലേറിയ, പന്നിപ്പനി, പിന്നെ ഡങ്കിപ്പനി, പിന്നെന്താണ് കുരങ്ങുപനി, പക്ഷിപ്പനി, കൊറോണ. ഇതിനെല്ലാം രക്ഷപ്പെട്ട് നീ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ട്. ഇത്രയും മഹാവ്യാധികൾ അയച്ചിട്ടും നീ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ്? നിന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. എന്തോ നിങ്ങളുടെ ദൈവത്തിന് സ്ഥാപിച്ചെടുക്കാനുണ്ട് എന്ന് ഓർക്കണം. അതിനുവേണ്ടി ഈ അന്ത്യകാലത്തില് ധാരാളം നന്മകൾ ചെയ്യണം. ധാരാളം നന്മകൾ അല്ലേ? എന്തൊക്കെ മഹാവ്യാധികൾ വന്നു അല്ലേ? കോവിഡ് വന്നു, എന്നിട്ടും ഭരിച്ചില്ല. നീ ഇങ്ങനെ ഇരിക്കുകയാണ്. നിന്നെ കൊണ്ട് ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതികളുണ്ട്. അത് മനസ്സിലാക്കി നീക്കണം. നീ ദൈവത്തിന് വേണ്ടി ഈ അന്ത്യകാലത്തിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കണം. ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത് അറിയോ? യിരെമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. യിരെമ്യാവ് 16-ന്റെ 4-ാമത്തെ വാക്യം. 16-ന്റെ 4-ാമത്തെ വാക്യം. അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകം എഴുതി വച്ചിരിക്കുകയാണ്. കൊടിയ വ്യാധികൾ ഈ ലോകത്തിൽ എന്തെയും സംഭവിക്കും. കൊടിയ വ്യാധികൾ മൂലം മരിക്കും. പിന്നെ ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ ചെയ്യും. നിലത്തിന് വളമായി കിടക്കും. ആരും നമ്മുടെ അടുത്ത് കുഴിച്ചിടുവാനൊന്നും കിടക്കും. അവിടെ തന്നെ എന്തെയും കിടന്ന് അഴുകി പൂഴുത്ത് അവിടെ തന്നെ കിടക്കും. ആരും സംരക്ഷിക്കാൻ പറ്റില്ല അല്ലേ? നോക്കണം. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കാം. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു പോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും നീയും ഇരയായിത്തീരും. അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ന് നമ്മളെ ബന്ധുമത്താദികളൊക്കെ മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവിധമായ ആചാരങ്ങളാലും അവരെന്ത് ചെയ്യും? അടക്കം ചെയ്യും. നമ്മുടെ സമയം വരുമ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യനും കണ്ടെന്നിരിക്കും.
അല്ലേ? അതുകൊണ്ട് മുമ്പേ പോകുന്നവരെല്ലാവരും ഭാഗ്യവാന്മാർ. ദൈവം അനുഗ്രഹിക്കട്ടെ, അല്ലേ? ഇനി വരൾച്ചയെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. യിരെമ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 6 വരെ ഭാഗം വായിച്ചേ. വലിയ വരൾച്ചകൾ എന്തെയും ലോകത്തിൽ വരുവാനൊക്കെ പോവുകയാണ്. എല്ലാവരും സുശുദ്ധിയിൽ ആണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ വരൾച്ചകള് വരുവാനൊക്കെ പോവുകയാണ് ലോകത്തിൽ. വായിച്ചേ 14-ാം അധ്യായം 1 മുതൽ 6 വരെ ഭാഗം വായിച്ചേ. നോക്കണേ, വരൾച്ചയെ കുറിച്ച് യിരെമ്യാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം. എന്താ പറയുന്നത്? നിലത്തിരിക്കുന്നു, എന്നിട്ട് വെള്ളം കാണാതെ വെള്ളമില്ലാതെ വെള്ളത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. വിവിധ ദേശങ്ങളിലേക്ക് വെള്ളത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ വെള്ളമില്ലാതെ വെറും പാത്രങ്ങളായിട്ട് എന്ത് ചെയ്യും? മടങ്ങി വരുന്നു. അവർ ലജ്ജിച്ച് വിഷണ്ണരായി. ദേശത്ത് മഴയില്ലാകയാൽ നിലം ഉണങ്ങി വീണ്ടിരിക്കുന്നത് കാണുവാനൊക്കെ ഇടയായിത്തീരുന്നതായ സാഹചര്യം വരുവാനൊക്കെ പോവുകയാണ്. ദേശത്ത് മഴയില്ലാകയാല് വെള്ളമില്ലാകയാല് നിലം തീർന്നു വരണ്ടു കഴിക്കുന്നതായി കാണുവാനൊക്കെ ഉള്ള സാധിക്കും. പിന്നെന്താ പറയുന്നത്? കൂടുന്നു. മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായകയാൽ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അവ കടന്നു പോകും. മാൻപേട കിടന്നിരുന്നു, അത് വയലിൽ പ്രസവിച്ചിട്ട് തീർന്നു, കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അത് കടന്നു പോകുന്നു. കാര്യം അതിനെക്കൊണ്ട് സംരക്ഷിക്കാൻ പറ്റാത്തതായ സാഹചര്യം, അല്ലേ? വെള്ളമില്ലാത്തതായ വലിയ സാഹചര്യം വരുവാനൊക്കെ പോവുകയാണ്, അല്ലേ? അന്ന് ദുഃഖത്തോടുകൂടി പലരുടെയും വെള്ളത്തിന് വേണ്ടി അലഞ്ഞു നടക്കും. ഇന്നും വെള്ളമുണ്ടെങ്കിൽ ഒരു കുടം വെള്ളം ആരെങ്കിലും ഇല്ലാതെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കത്തില്ല. നീയും വെള്ളത്തിന് വേണ്ടി ദേശത്തിലെ ഓടേണ്ടതായിട്ട് സാഹചര്യം വരുവാനൊക്കെ പോവുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാനൊക്കെ ആവോളം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം എന്നാൽ ദൈവത്തിന്റെ ഈ വചനം ലോകവ്യാപകമായിട്ട് എല്ലാവരും അറിയുവാൻ ഇടയായിത്തീരും. ആ സമയത്തെയും ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. എന്തുകൊണ്ടാണ് ദൈവം ഇവയൊക്കെ ചെയ്യുന്നത് അറിയാമോ? ഇങ്ങനെയുള്ളതായ കഷ്ടതയും പ്രയാസങ്ങളും ഭൂകമ്പവും ക്ഷാമവും ഒക്കെ വരുന്നതിന് കാരണം എന്താ? നീ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരണം. യിരെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 19 മുതൽ 21 ഭാഗം വായിക്കുമ്പോൾ നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ വീണ്ടും എന്ത് ചെയ്യും? കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എന്റെ വായ് പോലെ നീ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ അടുത്തിലേക്ക് നീ മടങ്ങുക. ഇതെല്ലാത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടണം. അതിനാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാളുകൾ അടുത്തു, അല്ലേ? ലോകത്തിന്റെ അവസാന നാളുകളിലാണ് നമ്മൾ ആയിരിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ഭയത്തോടുകൂടി നീ ജീവിക്കുന്നുവെങ്കിൽ ഈ അന്ത്യകാലത്തിൽ വരാൻ പോകുന്ന എല്ലാ അനർത്ഥത്തിൽ നിന്നും നിനക്ക് വിടുതലും ആശ്വാസവും ആര് പ്രദാനം ചെയ്യും? ദൈവം പ്രദാനം ചെയ്യും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇല്ല എങ്കിൽ യഹോവയെ കർത്താവ് പ്രകാരം നമ്മൾ ചെയ്യുന്നു. ഒരനർത്ഥം ഇതാ വരും, വലിയൊരു അനർത്ഥം ഇതാ വരുന്നു. യെഹൂദ പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം പറയുകയാണ്. എന്താ പറയുന്നത്? യഹോവയെ കർത്താവ് പ്രകാരം നമ്മൾ ചെയ്യുന്നു. ഒരനർത്ഥം ഇതാ വരുന്നു, അവസാനം വന്നിരിക്കുന്നു എന്ന് പറയാം. ഇത് നിന്റെ നേരെ വരുന്നു, നിന്റെ നേരെ. നീ ദൈവത്തിൽ പിന്മാറിയാല് നിന്റെ നേരെ ഈ അനർത്ഥങ്ങൾ ഇതാ വരുന്നു, ഉണർന്നു വരുന്നു. ഇതാ വരുന്നു, ദേശനിവാസിയെ ആപത്ത് വന്നിരിക്കുന്നു. കാലമായി, നാളെടുത്തു. മലകളിൽ ആർപ്പുള്ളി, സന്തോഷത്തിന്റെ ആർപ്പുള്ളി അല്ല. പിന്നെ ആർപ്പുള്ളി ദുഃഖത്തിന്റെ, വേദനയുടെ, കണ്ണുനീരിന്റെ ആർപ്പുള്ളി. കേൾപ്പാൻ സമയമായിരിക്കുന്നു. അതിനാൽ നീ വേണം ദൈവത്തിലേക്ക് മടങ്ങി വരിക. നീ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലത്തിലായിരിക്കുന്നു മനസ്സിലാക്കി
ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം നിനക്ക് സാധിക്കണം. അതിനാൽ ദണ്ഡകരമെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയില് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എല്ലാം വെച്ച് പശ്ചാത്തലം ചുരുക്കൊണ്ടതായി ജീവിച്ചില്ല എങ്കിൽ ഇവിടെ പിശാചിനെ നശിപ്പിക്കുന്ന കൂട്ടത്തില് നമ്മൾ എന്ത് ചെയ്യാനായി മാറും? നശിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരും. അതിനാൽ അങ്ങനെ നശിക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തെ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മേഘാലയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കും പറയാൻ പറ്റുന്ന സാധിക്കണം, ഇവരെ എത്രയും നാം കാത്തിരുന്നത് എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് സാധിക്കും. അങ്ങനെ പറയുന്ന കൂട്ടത്തില് ഞാനും നിങ്ങളും എല്ലാവരും ചെയ്യണം ഉണ്ടാകണം. അതിനുവേണ്ടി സ്വപ്നത്തിലെ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ.